നമ്മളെപ്പോലെ ഒരു ഭൗതികമായ പിതാവില്ലാതെയാണ് യേശു ജനിച്ചത്. ഇംപ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് പോലെയാണ്. നമ്മുടെ ബാങ്കിൽ 5 പൈസ ഇല്ലെങ്കിൽ പോലും വല്ല ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ഉപയോഗിച്ച് പലരും ഇന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ ഇന്നും സീനായി മലയിൽ തന്നെയാണ്. അവരുടെ നോട്ടം ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കിയതുപോലെ അന്ധരായ ആടുകളെയും വഴിതെറ്റിക്കാൻ യേശുക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ച് സംസാരിക്കാനോ വിശ്വാസത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന നീതിയെക്കുറിച്ച് സംസാരിക്കാനോ പലരും മുതിരാറില്ല. ഗ്ലോറി ടു ഗോഡ് ഇൻ ദ ഹൈസ്റ്റ്. നസ്രേന് യേശുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതൊരു മെസ്സേജിന്റെ തുടർച്ചയാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജ്. പുതിയ നിയമത്തെക്കുറിച്ചും യേശുവിന്റെ പുതിയ നിയമത്തിന്റെ അവകാശികൾ എങ്ങനെ നമ്മൾ ആകണമെന്നും അറിയേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം യേശു ശിക്ഷ എടുത്തു മാറ്റി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ യേശു എങ്ങനെയാണ് രക്ഷിച്ചത്? ഇവിടെയാണ് ഈ യേശുവിൻ്റെ ദൈവത്തിൻ്റെ വൻ പദ്ധതി നമ്മൾക്ക് വെളിവാകുന്നത്. യേശു പറഞ്ഞത് ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഞാൻ ന്യായപ്രമാണം പ്രമാണിക്കാൻ വേണ്ടിയാണ് വന്നത്. ന്യായപ്രമാണം പ്രമാണിക്കാൻ വേണ്ടി വന്നത് എന്നത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി യേശുവിൻ്റെ ജനനത്തിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. യേശു എങ്ങനെയാണ് ജനിച്ചത്? കന്യകയ്ക്ക് ജനിച്ചവനാണ് യേശു. പരിശുദ്ധാത്മാവ് ആവസിച്ച് യഹോവ ജഡമായി തീർന്നത് ഒരു കന്യകയിലാണ്. നമ്മളെപ്പോലെ ഒരു ഭൗതികമായ പിതാവില്ലാതെയാണ് യേശു ജനിച്ചത്. ഈ ഒരു ജനനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഈ ഒരു ജനനത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ നമ്മൾ ദാവീദിന്റെ 51 സങ്കീർത്തനത്തിലെ ഒരു വാക്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ വാക്യമാണ്, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി. ഐ ആം കൺസീവ്ഡ് ഇൻ സിൻ എന്നാണ് ദാവീദ് പറഞ്ഞത്. പണ്ടൊക്കെ ഈ ഒരു വചനം കേൾക്കുമ്പോൾ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ആ ഒരു വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോയിട്ട് ഉരുവാകുന്നത് പോലും പാപത്തിലാണ് എന്നതാണ്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് അകൃത്യത്തിൽ ഞാൻ ഉരുവായി എന്ന് പറയുന്നത്? പാപം ഈ ലോകത്തിൽ വന്നത് നമുക്കറിയാം ആദാമിൽ കൂടിയാണ്. ആദമിന്റെ സന്തതികളായ എല്ലാവർക്കും ഈ പാപത്തിന്റെ പാപക്കറ, ദ സീഡ്സ് ഓഫ് സിൻ, ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളിൽ കൂടിയും ആ ഒരു സീഡ്സ് ഓഫ് സിൻ, പാപക്കറകൾ, അകൃത്യത്തിൽ ഇങ്ങനെ എല്ലാവരും ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ ജനനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഭൗതികമായ ഒരു പിതാവില്ലാത്തത് കൊണ്ട്, യേശു പരിശുദ്ധാത്മാവിൽ ഉരുവായത് കൊണ്ട് ആ സീഡ്സ് ഓഫ് സിൻ യേശുവിന് ആപ്ലിക്കബിൾ അല്ല. ഇത് ദാവീദിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്ന് വരുന്നാലും ഇത് ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെയും അവസ്ഥയാണ്. എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. വി ആർ ഓൾ കൺസീവ്ഡ് ഇൻ സിൻ ബാറിങ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്. കന്യകയിൽ നിന്ന് ഉരുവായ യേശു ആദാമ്യ പാപം ഇല്ലാതെ, സീഡ്സ് ഓഫ് സിൻ ഇല്ലാതെ പരിശുദ്ധാത്മാവിനാൽ ജനിച്ചതുകൊണ്ട് സിൻ ഇല്ലാത്ത ആളായിരുന്നു. 1 Peter 1:23 or 24 ആണെന്ന് തോന്നുന്നു. പൗലോസ് അപ്പോസ്തലൻ യേശുവിനെ കുറിച്ച് പറയുന്നത്, ഹിസ് സീഡ് ഈസ് ഇൻകറപ്റ്റബിൾ സീഡ് എന്നാണ്. നമ്മളൊക്കെ കറപ്റ്റബിൾ സീഡും കറപ്റ്റഡ് സീഡുമാണ്. പക്ഷേ യേശു ഇൻകറപ്റ്റഡ് സീഡിൻ്റെ അവകാശിയാണ്. യേശുവിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഹി വാസ് എ പെർഫെക്റ്റ് മാൻ ആൻഡ് എ പെർഫെക്റ്റ് ഗോഡ്. അറ്റ് ദ സെയിം ടൈം യേശു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരുന്നു. തനിക്ക് ദാഹിച്ച, തനിക്ക് വിശന്ന്, തനിക്ക് സങ്കടം വന്ന യേശു പക്ഷേ നമ്മളെ മനുഷ്യരെ പോലെ ഒരു കാര്യം ചെയ്തില്ല. യേശു പാപം ചെയ്തില്ല. അങ്ങനെ പാപം ചെയ്യാതെ യേശു ന്യായപ്രമാണത്തിന് പൂർണ്ണമായിട്ട് അത് പ്രവർത്തിച്ച് ന്യായപ്രമാണത്തെ പ്രമാണിച്ച് യേശു ക്രിസ്തു ന്യായപ്രമാണം പ്രമാണിച്ചത് കൊണ്ട് നേടുന്ന റൈച്ചസ്നെസ് അല്ലെങ്കിൽ നീതി കരസ്ഥമാക്കി. ഹി ഏൺഡ് റൈച്ചസ്നെസ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. നമുക്ക് കഴിയാത്തത് യേശു ക്രിസ്തു നിവർത്തിച്ചു. യേശു എന്തിനാണ് ന്യായപ്രമാണം പ്രമാണിച്ച് റൈച്ചസ്നെസ് ഏൺ ചെയ്തത്? ഗോഡ് ഈസ് ഓൾറെഡി റൈച്ചസ്. ഹി ഈസ് എ റൈച്ചസ് ഗോഡ് ആൻഡ് ഹി ഈസ് റൈച്ചസ്നെസ് ഹിംസെൽഫ്. പിന്നെ എന്തിനാണ് യേശു ക്രിസ്തു ന്യായപ്രമാണം പ്രമാണിച്ച് നീതി നേടിയത്? ഇവിടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹാദയ, മഹാകരുണ, മഹാസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാകുന്നത്. നമുക്ക് നേടിയെടുക്കാത്ത നീതി നമുക്ക് തരാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു നീതി നേടിയത്. ജീസസ് ഇംപ്യൂട്ടഡ് ദാറ്റ് റൈച്ചസ്നെസ് അൺടു us. ഇംപ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് പോലെയാണ്. നമ്മുടെ ബാങ്കിൽ 5 പൈസ ഇല്ലെങ്കിൽ പോലും വല്ല ബാങ്കിൻ്റെയും ക്രെഡിറ്റ് ഉപയോഗിച്ച്, വല്ല ബാങ്കിൻ്റെയും കാശ് ഉപയോഗിച്ച് നമ്മൾ ധനികരെ പോലെ നമുക്ക് പെരുമാറാം. ധനികരെ പോലെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. നമ്മളെ കൊണ്ട് നേടാനാവാത്ത നീതി, നമുക്ക് അർഹിക്കാത്ത നീതി, നമ്മുടെ കയ്യിലില്ലാത്ത നീതി
യേശു ക്രിസ്തു ഹി ഇംപ്യൂട്ടഡ് ദാറ്റ് അൺടു അസ്. യേശു ക്രിസ്തു നമുക്ക് ഭരമേൽപ്പിച്ചു തന്നു. യേശുവിൻ്റെ റൈച്ചസ്നെസ് എല്ലാവർക്കും ഡിസേർവിംഗ് ആണ്. ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല. നിങ്ങളുടെ തൊലിയുടെ നിറം ഏതായിരിക്കട്ടെ, നിങ്ങളുടെ വായിൽ നിന്ന് ഏത് ഭാഷയാണോ വരുന്നതെന്നിരിക്കട്ടെ, നിങ്ങൾ ഏത് ഭൂഖണ്ഡത്തിലാണോ ജീവിക്കുന്നതെന്നിരിക്കട്ടെ, ഇത് എല്ലാവർക്കും ലഭിക്കാൻ പ്രാപ്തിയുള്ളതാണ്. പക്ഷേ ലഭിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ സെൻട്രൽ തീമാണ് ബിലീഫ് അല്ലെങ്കിൽ ഫെയ്ത്ത്. യേശു തൻ്റെ ഗ്രേസ് കൊണ്ട്, തൻ്റെ കൃപ കൊണ്ട്, തൻ്റെ മഹാമനസ്കത കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും സമ്മാനിച്ച, നമ്മളെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ച അവൻ്റെ നീതി നമുക്ക് ലഭിക്കുന്നത് വിശ്വാസത്തിൽ കൂടി മാത്രമാണ്. ഹിസ് റൈച്ചസ്നെസ് നമുക്ക് പ്രാപിക്കണമെങ്കിൽ, അത് ക്ലെയിം ചെയ്യണമെങ്കിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നീതിമാന്മാരായിട്ട് കണക്കാക്കണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എന്താണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത്? യേശുക്രിസ്തു ജീവിച്ചു മരിച്ചു എന്ന് വിശ്വസിക്കുന്നത്, അത് ഈ ലോകം മുഴുവൻ വിശ്വസിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ കുറിച്ച് ആർക്കും സംശയമില്ലാത്തതാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് പല തലങ്ങളിലുള്ള വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് മറ്റൊരു മെസ്സേജുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു മെസ്സേജിൽ പറയാൻ ആഗ്രഹിച്ചത് യേശു നമുക്ക് തന്ന നീതിയെക്കുറിച്ചാണ്. യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിൻ്റെ നീതി ക്ലെയിം ചെയ്യാതെ നമുക്ക് ഒരു തരത്തിലും സെൽഫ് റൈച്ചസ്നെസ് കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ റൈച്ചസ് ആയി അല്ലെങ്കിൽ നീതിമാനായി നീതിമതിയായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. ചിന്തിച്ച് മനസ്സിലാക്കുക. പലരും ഇന്നും മോശയുടെ ന്യായപ്രമാണത്തിൽ, ഇന്നും സീനായി മലയിൽ തന്നെയാണ് അവരുടെ നോട്ടം. ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കിയതുപോലെ ഇന്നും പലരും മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് മെസ്സേജുകളൊക്കെ വരുന്നത്. പല അന്ധരായ ആടുകളെയും വഴിതെറ്റിക്കാൻ യേശുക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ച് സംസാരിക്കാനോ, വിശ്വാസത്തിൽ കൂടി നമുക്ക് ലഭിക്കുന്ന നീതിയെക്കുറിച്ച് സംസാരിക്കാനോ പലരും മുതിരാറില്ല. നിങ്ങൾ യേശുവിൻ്റെ നീതിയിൽ കൂടി മാത്രമല്ലാതെ യേശുവിൽ വിശ്വസിക്കാതെ ദൈവത്തിൻ്റെ സ്വർഗരാജ്യത്തിൽ കടക്കാൻ അവകാശപ്പെടുകയില്ല. യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ നീതി ക്ലെയിം ചെയ്യാതെ സ്വർഗരാജ്യത്തിൽ ആർക്കും പോകാൻ പറ്റത്തില്ല എന്നത് യേശു തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. മത്തായി 5:20 യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയേക്കാൾ വലുതല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ടുള്ള നീതിയാണ്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ന്യായപ്രമാണം അനുസരിച്ചുകൊണ്ട് നമുക്ക് എത്ര കണ്ട് നീതിമാന്മാരായിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റും? യേശുവിൻ്റെ നീതി സമ്പാദിച്ച് യേശുവിനാൽ നീതീകരിക്കപ്പെടുന്നവരാകുക. ഇത് തന്നെയാണ് യേശു കാല് കഴുകാൻ വരുമ്പോൾ പത്രോസ് യേശുവിനെ തടയുന്നു. അപ്പോൾ യേശു പറയുന്നൊരു വാക്യമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ആ വാക്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകിയാലല്ലാതെ നീ എൻ്റെ ഭാഗമല്ല. യേശു കഴുകുക എന്ന് പറയുന്നത് യേശു നമുക്ക് തരുന്ന നീതീകരണമാണ്. ആ ഒരു സ്റ്റേറ്റസിനെ കുറിച്ചാണ് യേശു പറഞ്ഞത്. ദർ ഇസ് ഡീപ്പർ മീനിങ് ഇൻ ഇറ്റ്. അപ്പോൾ യേശുവിൻ്റെ നീതിയെക്കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ന്യായപ്രമാണത്തിൻ്റെ രക്ഷ യേശു നമുക്ക് എങ്ങനെയാണ് നേടിത്തന്നതെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ന്യായപ്രമാണം കൊണ്ടുള്ള ശിക്ഷ എങ്ങനെയാണ് യേശു നമ്മളിൽ നിന്നും അകറ്റി മാറ്റിയത്? ലേവ്യ പുസ്തകം 1 മുതൽ 5 വരെയുള്ള പല 5 തരത്തിലുള്ള യാഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ യാഗങ്ങൾ മൊത്തമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ ഓരോ യാഗങ്ങളുമാണ് അവിടെ നിവർത്തിയായത്. തൻ്റെ സമയമായപ്പോൾ യേശുക്രിസ്തു കാൽവറി എന്ന യാഗപീഠത്തിന്മേൽ നമുക്ക് വേണ്ടി ഭോജനയാഗമായി, ഹനനയാഗമായി, സമാധാനയാഗമായി, പാപയാഗമായി, അകൃത്യ യാഗമായി, നമ്മൾ അർഹിക്കാത്ത നീതി നമ്മൾക്ക് നേടിത്തന്നിട്ട് നമ്മൾ അർഹിക്കുന്ന ശിക്ഷ യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റ് നമുക്ക് വേണ്ടി മരിച്ചു. അവിടം തൊട്ട് ഒരു പുതിയ നിയമത്തിൻ്റെ തുടക്കമായിരുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ മേൽ യേശുക്രിസ്തു തൻ്റെ ചോര കൊണ്ടെഴുതി പുതിയൊരു പ്രമാണം, പുതിയൊരു ഉടമ്പടി. നമ്മുടെ നീതി യേശുവിൻ്റെ നീതിയിൽ കൂടിയാണ് വരുന്നത്. അതും കരസ്ഥമാക്കണമെങ്കിൽ യേശുവിലുള്ള വലിയ വിശ്വാസം തന്നെ വേണം. Fall in love with Jesus and fall in love with the word of God.